ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഓണത്തിന് നമുക്ക് കൊത്തമരയും അതുപോലെ ക്യാരറ്റും വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കിയാലോ? ഒട്ടും സംശയിക്കേണ്ട, ഒട്ടും കനപ്പില്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പൊ എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ കൊത്തമര ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പൊ നമുക്കിത് അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ അല്ലെങ്കിൽ ഉപ്പേരി തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ കൊത്തമര വെച്ചിട്ടാണ് ഇന്ന് ഉപ്പേരി തയ്യാറാക്കുന്നത്. അടിപൊളിയായിട്ട് സദ്യക്ക് വിളമ്പാവുന്ന ഒരു ഉപ്പേരി തന്നെ നമുക്ക് തയ്യാറാക്കാം. എപ്പോഴും സാമ്പാറിന്റെ കഷ്ണം എന്നും പറഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് വാരി ഇട്ട് തരുന്ന ഒരു സാധനമാണ് കൊത്തമര. പലർക്കും ഇതിന്റെ രുചി ഇഷ്ടമല്ല, ചിലർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. രുചി ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം ഇതിനൊരു ചെറിയൊരു കനപ്പ് രസം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കടയിൽ നിന്ന് നമ്മൾ കൊത്തമര വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ചള്ള് കൊത്തമര നോക്കി വാങ്ങിക്കാം. പക്ഷെ സാമ്പാറിന്റെ കഷ്ണത്തിന്റെ കൂടെയൊക്കെ ചിലപ്പോൾ കുറച്ച് മൂത്തതൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അതെങ്ങനെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന്റെ കൂട്ടത്തില് നമ്മൾ കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. 2-3 ക്യാരറ്റ് ചേർക്കുകയാണെങ്കിൽ ആ ഒരു കനപ്പ് രുചി മാറി ആ ഒരു ക്യാരറ്റിന്റെ മധുരം കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ ടിപ്പ്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. ക്യാരറ്റും അതുപോലെ കൊത്തമരയും നമ്മൾ ഇതാ കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്, നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ചിലർക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഉപ്പേരിയിലൊക്കെ, അതുകൊണ്ട് ഞാനിവിടെ പച്ചമുളക് യൂസ് ചെയ്തു മാത്രം. നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കൊത്തമരയും അതുപോലെ ക്യാരറ്റും നല്ലതുപോലെ വെന്ത് വരണം. അപ്പൊ നമുക്ക് വേവിച്ചെടുക്കാം. ക്യാരറ്റും അതുപോലെ കൊത്തമരയും വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടാവുന്നതാണ്. അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളിയാണ് വെളുത്തുള്ളിനേക്കാളും ഞാൻ കൂടുതലായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാൻ ഇതിൽ ചതക്കിയല്ല ചെയ്യുന്നത്, കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കരിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു വലിയ കൈപ്പിടി അളവിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ചിലർക്ക് തേങ്ങ അധികം ഉപയോഗിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു തോരനിൽ നമ്മൾ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. ഇനി ഇതിലേക്ക് ഞാൻ ക്രഷ്ഡ് ചില്ലി, അതായത് ചതച്ച മുളകല്ല ചേർക്കുന്നത്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റും അതുപോലെ കൊത്തമരയൊക്കെ വെന്തോ നോക്കാം. നമ്മൾ കൊത്തമരയും ക്യാരറ്റും നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിച്ചേക്കുന്നതാണ്. അതുപോലെ ഇതിൽ ആ ഒരു പച്ചക്കറി വേവാനുള്ള വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അത് നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും കയ്പ് സഹിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ, ഇത് ഊറ്റിക്കളയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അതായത് വേവിച്ച വെള്ളം ഊറ്റിക്കളയുന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ നല്ലതുപോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുമന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് വഴന്നു വരണം. നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതേസമയം മൊരിഞ്ഞിട്ടില്ല. ഈ ഒരു പാകത്തിൽ നമുക്കിതിലേക്ക് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കഷ്ണത്തിന്റെ ഉപ്പ് നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണത്തിൽ നല്ലോണം ഉപ്പുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ കറിയിൽ ഉപ്പ് കൂടും. മുളകൊന്ന് മൊരിഞ്ഞു വരട്ടെ. കണ്ടോ, ഈ ഒരു മുളക് മൊരിയുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ഉള്ളിയും കൂടെ ഒന്നും കൂടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്.
നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ തേങ്ങയും കൂടെ ഒന്ന് ചൂടായിട്ട് വരണം, ചെറുതായി ഒന്ന് ഡ്രൈ ആവണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം, കരിയാനായിട്ട് പാടില്ല. മുളകൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സദ്യയിലൊക്കെ ഒരു വിഭവം ഒന്ന് കേടായാൽ മതി, എല്ലാ ടേസ്റ്റും നമ്മുടെ എഫേർട്ടും ഒക്കെ വേസ്റ്റ് ആവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണങ്ങൾ തട്ടിക്കൊടുക്കാം. ഞാനിവിടെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളമയൊന്നും അധികം ഇല്ല. ഇനി അഥവാ നിങ്ങൾ വെള്ളം വാർത്ത് കളയുകയാണെങ്കിൽ നേരത്തെ തന്നെ അത് ഊറ്റിക്കളഞ്ഞ് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ചെറിയ തീയിൽ നമ്മളിത് ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അതായത് അടി പിടിക്കരുതെന്ന് സാരം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. തേങ്ങയും കഷ്ണങ്ങളൊക്കെ കൂടെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ഇത്തവണ ഓണത്തിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തമരി ക്യാരറ്റും തോരൻ നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തമര ക്യാരറ്റ് തോരൻ ഒട്ടും കനപ്പില്ലാതെ തന്നെ നല്ല ഉലർന്നു കിടക്കുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തവണ ഓണത്തിന് ഈ തോരൻ ഒന്നുണ്ടാക്കി നോക്കൂ, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.